കാർഷിക സർവകലാശാലകളിലെയും കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലെയും നവീന സാങ്കേതിക വിദ്യകൾ യഥാസമയം കർഷകരിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ 2004 കുമരകത്ത് പ്രവർത്തനമാരംഭിച്ച സ്ഥാപനമാണ് കോട്ടയം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം. നൂതന ഗവേഷണ ഫലങ്ങൾ പ്രാദേശിക കൃഷി വികസനത്തിനും പ്രശ്നപരിഹാരത്തിനും എത്രത്തോളം സഹായകരമാണെന്ന് നിർദ്ദേശിക്കുകയാണ് കേന്ദ്രത്തിന്റെ മുഖ്യ ലക്ഷ്യം. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ പൂർണ്ണ സാമ്പത്തിക സഹായത്തോടെ കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ് കോട്ടയം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം. 2017 പുതിയതായി പണി കഴിപ്പിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങിലേക്ക് ഈ കേന്ദ്രം മാറിയത്. ജില്ലയിലെ കൃഷി അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകർ, യുവതി-യുവാക്കൾ, സ്വയം തൊഴിൽ സംരംഭകർ എന്നിവരുടെ കൃഷി അനുബന്ധ മേഖലയിലെ പ്രശ്നങ്ങൾ, കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയെന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അഞ്ച് ഏക്കർ വരുന്ന ബണ്ടുകളും ചാലുകളുമുള്ള ഭൂമിയിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ICAR-ന്റെ സാമ്പത്തിക സഹായത്തോടെ 1 ഏക്കർ സ്ഥലത്ത് കുട്ടനാടൻ മേഖലയ്ക്ക് അനുയോജ്യമായ നെല്ലധിഷ്ഠിത സംയോജിത കൃഷിയുടെ ഒരു പ്രദർശന യൂണിറ്റും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പാടത്തു തന്നെ താറാവിനെയും മത്സ്യങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ബണ്ടുകളിൽ വാഴ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറി വിളകൾ, തീറ്റപ്പുൽ എന്നിവ ഉൾപ്പെടുത്തിയുള്ള കൃഷിരീതിയാണ് നടപ്പാക്കുന്നത്. കൃഷിച്ചെലവ് കുറച്ചുകൊണ്ട് അധിക വരുമാനം നേടാനും ഇതുവഴി സാധ്യമാകുന്നു. ബണ്ടുകളും ചാലുകളും നിറഞ്ഞ പ്രദേശത്തായതിനാൽ മത്സ്യകൃഷിക്ക് ഇവിടെ വളരെയേറെ സാധ്യതകളാണ് ഉള്ളത്. ചാലുകളിൽ നാടൻ മത്സ്യങ്ങളായ കരിമീൻ, മഞ്ഞക്കൂരി, കാരി, വരാൽ എന്നീ മത്സ്യങ്ങളെ വളർത്തുന്നു. കൂടാതെ ഗ്രാസ് കാർപ്പ്, കട്ട്ല, രോഹു, മൃഗാൾ, ജയന്തി രോഹു, തിലോപ്പിയ എന്നീ വിവിധ മത്സ്യങ്ങളാൽ സമ്പന്നമാണ് ഈ ചാലുകളും കുളങ്ങളും. ഇതിനു പുറമെ കേന്ദ്രത്തിന്റെ അകത്തളത്ത് മറ്റൊരു മനോഹരമായ കുളവും ഒരുക്കിയിട്ടുണ്ട്. കരിമീനുകളുടെ പറുദീസയാണ് ഇവിടം. ഇവ കൂടാതെ കേന്ദ്രത്തിന്റെ മുറ്റത്തു തന്നെ കണ്ണിന് കുളിർമയേകുന്ന രീതിയിൽ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഈ അക്വാപോണിക്സ്, ബയോഫ്ലോക്ക് എന്നിവയിലും മത്സ്യങ്ങളെ വളർത്തുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന മണ്ണ് പരിശോധനാ ലാബിൽ മണ്ണും ജലവും പരിശോധിക്കുന്നു. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള വളപ്രയോഗവും നിർദ്ദേശിക്കുന്നതിനാൽ കർഷകർക്ക് യഥാവിധിയുള്ള വളപ്രയോഗം അവലംബിച്ച് മികച്ച വിളവുകൾ ലഭ്യമാകുന്നു. ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. ജാതി, ചക്ക, കൈതച്ചക്ക തുടങ്ങി നിരവധി കാർഷിക വിളകളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നു. സംസ്ഥാന പ്ലാൻ പദ്ധതിയിൽ 50 ലക്ഷം രൂപ ചെലവിലുള്ള പ്രൊജക്ടിൽ ഒരു ലാബും ഇവിടെയുണ്ട്. കാർഷിക വിളകളിലെ വിവിധ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രീതികളെക്കുറിച്ചും നിർമ്മാണത്തിന് സഹായിക്കുന്ന വിവിധ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും ഭക്ഷ്യ സംസ്കരണ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും പരിശീലന പരിപാടികൾ ഇവിടെ കൃത്യമായ ഇടവേളകളിൽ സംഘടിപ്പിക്കാറുണ്ട്. ഇതിലൂടെ നിരവധി സ്ത്രീകളും കൂട്ടായ്മകളും പലതരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങി അത് വിജയപാതയിലെത്തിച്ചു എന്നതും അഭിമാനാർഹമായ നേട്ടങ്ങളാണ്. കൂൺ വളർത്തുന്നതിനും പരിശീലനത്തിനായും മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നു. കൂൺ വിത്തുൽപാദനത്തിനായി മഷ്റൂം സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റും ഇവിടെയുണ്ട്. കർഷകർക്ക് പച്ചക്കറി വിത്തുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി ഈ കേന്ദ്രത്തിൽ വിവിധ ഇനം പച്ചക്കറി വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചു വരുന്നു. വെണ്ട, ചീര, പാവൽ, മത്തൻ, കുറ്റിപ്പയർ, വള്ളിപ്പയർ, വഴുതന, മുളക് തുടങ്ങി വിവിധ പച്ചക്കറികളുടെ വിത്തുകൾ ഇവിടെ ഉണ്ടാക്കുന്നു. ഇവ കൂടാതെ തെങ്ങിൻ തൈകളും കമുകിൻ തൈകളും വിവിധ പച്ചക്കറി തൈകളും ഗ്രാഫ്റ്റ് തൈകളും ബെഡ് തൈകളും ഉൽപ്പാദിപ്പിക്കുന്നു. സംസ്ഥാന പ്ലാൻ പദ്ധതിയിൽ അഗ്രോ സർവീസ് സെന്റർ ഫാം മെഷീനറി എന്ന പ്രൊജക്ടിൽ കാർഷിക യന്ത്രങ്ങൾ വാങ്ങുകയും കർഷകർക്ക് പരിശീലനം നൽകുകയും ഈ യന്ത്രങ്ങൾ മിതമായ നിരക്കിൽ കർഷകർക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു. ജൈവവളം യഥേഷ്ടം ലഭ്യമാക്കുന്നതിനായി ആട്, കോഴി, ബ്രോയിലർ താറാവ്,
കുട്ടനാടൻ താറാവ്, പശു വളർത്തൽ എന്നിവയുടെ പ്രദർശന യൂണിറ്റും ഇവിടെയുണ്ട്. പശുവിൽ നിന്ന് ലഭിക്കുന്ന പാൽ അതാതു സമയം തന്നെ വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. ആട്ടിൻ കാഷ്ടം പൊടിക്കുന്നതിനായി KAU മാനുവർ പൾവറൈസർ യൂണിറ്റും മത്സ്യ മാർക്കറ്റിലെ മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ സമ്പുഷ്ടമായ ജൈവവളമാക്കുന്നതിനായി ഫിഷ് മാനുവർ യൂണിറ്റും കേന്ദ്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ചകിരിച്ചോറും മത്സ്യ അവശിഷ്ടങ്ങളും അടങ്ങിയ ഈ ജൈവവളത്തിന് ആവശ്യക്കാർ ഏറെയാണ്. കൂടാതെ ജൈവവളത്തിനായി മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ്, ചകിരിച്ചോർ കമ്പോസ്റ്റ് യൂണിറ്റ് എന്നിവയും ഇവിടെയുണ്ട്. അസോള വളർത്തൽ യൂണിറ്റും കേന്ദ്രത്തിൽ സജ്ജമാണ്. ഇവ മത്സ്യങ്ങൾക്കും പശുക്കൾക്കും തീറ്റയായി നൽകുന്നതിന് പുറമെ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാറുമുണ്ട്. ഈ ബയോഫാഞ്ചിസൈഡ് അഥവാ ജൈവ കുമിൾനാശിനി യൂണിറ്റും കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഭാഗമാണ്. 8 പേരടങ്ങുന്ന സ്ത്രീകളുടെ ഒരു SHG ഇവിടെ പ്രവർത്തിക്കുന്നു. റിവോൾവിംഗ് ഫണ്ടിന്റെ പ്രധാന ഘടകങ്ങളായ ജൈവ കുമിൾ കീടനാശിനി യൂണിറ്റ് ഈ SHG വഴിയാണ് പ്രവർത്തിക്കുന്നത്. സ്യൂഡോമോണസ്, ട്രൈക്കോഡർമ, അസോസ്പൈറില്ലം, മൈക്കോറൈസ, ഫോസ്ഫോബാക്ടീരിയ എന്നീ ജൈവിക ഉൽപ്പന്നങ്ങൾ ഈ യൂണിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്നു. കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ കർഷകർക്ക് ഈ ഉൽപ്പന്നങ്ങളുടെ പ്രയോജനം ലഭിക്കുന്നു. തേനീച്ച വളർത്തുന്നതിനുള്ള പ്രദർശന യൂണിറ്റും കേന്ദ്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ചെറു തേനീച്ച, വൻ തേനീച്ച എന്നിവയുടെ കൂടുകൾ ഇവിടെ പരിപാലിക്കുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ മറ്റൊരു പ്രധാന പ്രവർത്തന മേഖല സമഗ്ര കാർഷിക പരിശീലന പരിപാടികളാണ്. വിവിധ കൃഷിരീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലയറിംഗ് എന്നീ നഴ്സറി പരിപാലനം, തേനീച്ച വളർത്തൽ, കീടരോഗ നിയന്ത്രണം, ശാസ്ത്രീയ മണ്ണ് പരിപാലനം, മത്സ്യകൃഷി, കൂൺ കൃഷി, സംയോജിത കൃഷി, കാർഷിക യന്ത്രവൽക്കരണം, ഭക്ഷ്യ സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം എന്നിവയിൽ പരിശീലനം നൽകി വരുന്നു. പുതിയ തലമുറയെയും കുട്ടികളെയും കാർഷിക വൃത്തിയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നു. ഇതിന്റെ ഭാഗമായി സ്കൂളിൽ വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് കുട്ടികൾക്ക് വേണ്ട സാങ്കേതിക അറിവുകൾ പകർന്നു കൊടുക്കുകയും അവരുടെ കൃഷിയിടത്തിലെത്തി നിർദ്ദേശങ്ങളും നൽകി വരുന്നു. വീട്ടമ്മമാർക്കുള്ള പോഷകത്തോട്ടം പദ്ധതിയും സ്കൂളിലെ പച്ചക്കറി കൃഷിയും ഇതിന്റെ ഭാഗമാണ്. വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന ശാസ്ത്രജ്ഞർ അഗ്രോണമി, ഹോർട്ടിക്കൾച്ചർ, സോയിൽ സയൻസ്, അക്വാകൾച്ചർ, ഹോം സയൻസ് എന്നീ വിവിധ വിഷയങ്ങളിൽ ഇവിടെ ശാസ്ത്രജ്ഞർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായിട്ടുള്ള കർഷകരുടെ സാങ്കേതിക വിദ്യകൾക്കായാലും മറ്റ് പ്രശ്നങ്ങൾക്കായാലും പരിഹാരം നിർദ്ദേശിക്കുവാൻ ഈ കേന്ദ്രത്തിന് കഴിയുന്നുണ്ട്. കൂടാതെ കാർഷിക അനുബന്ധ മേഖലകളിൽ കർഷകരെ സ്വയം തൊഴിൽ സംരംഭകരാക്കുവാനും അവർക്ക് അതിൽ പ്രാപ്തരാക്കുവാനുമുള്ള കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് നടത്തുന്നതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ വിവിധ വിഷയങ്ങളിലുള്ള പ്രദർശന യൂണിറ്റുകളും ഇവിടെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ മുന്നിലായി ഒരു വിപണന കേന്ദ്രം ഒരുക്കിയിട്ടുണ്ട്. കാർഷിക സർവകലാശാല പ്രസിദ്ധീകരണങ്ങളും കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ തന്നെ നിർമ്മിക്കുന്ന സൂക്ഷ്മ മൂലകങ്ങളായ അയർ, സമ്പൂർണ്ണ, ബയോ ഇൻപുട്ടായ സ്യൂഡോമോണസ്, ട്രൈക്കോഡർമ, വാം, ഫോസ്ഫോബാക്ടീരിയ, അസോസ്പൈറില്ലം, PGPR1, നന്മ, വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ, ഫിഷ് അമിനോ ആസിഡ്, മണ്ണിര കമ്പോസ്റ്റ്, ഫിറമോൺ കെണികൾ എന്നിവയും നടീൽ വസ്തുക്കളായ പച്ചക്കറി വിത്തുകൾ, പച്ചക്കറി തൈകൾ, ഫലവർഗ തൈകൾ, കൂൺവിത്ത് എന്നിവയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ സ്ക്വാഷ്, അച്ചാർ, സിറപ്പ്, കട്ട്ലറ്റ്, ജാം എന്നിവയും വിപണന കേന്ദ്രത്തിൽ ലഭ്യമാണ്. ഇവയ്ക്കു പുറമെ വിവിധയിനം അലങ്കാര മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളും കരിമീൻ കുഞ്ഞുങ്ങളും ഇവിടെ ലഭ്യമാണ്. ആട്ടിൻകാഷ്ടം പൊടിച്ചത്, ട്രൈക്കോഡർമ ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ച ചാണകം, മണ്ണിര കമ്പോസ്റ്റ്, ചകിരിച്ചോർ കമ്പോസ്റ്റ് എന്നീ ജൈവവളങ്ങളും ഇവിടെ ലഭ്യമാക്കുന്നു. കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കാർഷിക സർവകലാശാലയുടെ മറ്റു കാർഷിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ പ്രവർത്തനം കൃഷി വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, ഫിഷറീസ് വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റു കേന്ദ്ര സംസ്ഥാന വകുപ്പുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് നടപ്പാക്കി വരുന്നത്. കുമരകം പ്രാദേശിക കർഷകർക്ക് പുറമെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ കർഷകരുടെ കാർഷിക അഭിവൃദ്ധി നേടുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം
കാർഷിക ലോകത്തിന് മുതൽക്കൂട്ടായി പ്രവർത്തിക്കുന്നു.